ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേശപാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യന്മാരു ആയുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നുട സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായമൂർത്തേ രഘുപതേ ശ്രീപതേ നാംനാ വിഭീഷണൻ ത്വൽഭക്ത സേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് ഏറ്റതില്ലേതുമേ. പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റമപഥ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായെന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താലടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ. നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. യുദ്ധം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുട സോദരൻ വിക്രമമുള്ളവൻ ആയുധവാണിയായി വന്നാൻ. അമാത്യരും മായാ വിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുമെന്നതൊക്കണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തോന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. രക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ. നല്ലവരുമുണ്ടാം അവരിലെന്നുമുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. യുദ്ധം പലരും പലവിധം ചൊന്നവൻ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപന്നമെത്രയും വീരാ വിഭാകരപുത്രാവരികടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവാദി നീതിജ്ഞവരന്മാരെ. ഉർവീശനായാൽ അവൻ ആശ്രിതന്മാരെ സർവശോ രക്ഷേച്ഛുനശ്വഭാജനവി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ. എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കപോതം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേ വീടിനാൻ. ഉന്നതമായൊരു പാദപാഗ്രേ തഥാ ചെന്നോരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ വന്നോരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നീരുന്നീടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോതവും കൊണ്ടുവന്നാശു കൊടുത്തിതു വഹ്നിയും. തന്നുടെ കയ്യിലിരുന്ന കപോതിയെ ഇട്ടു ചുട്ടാശു തിന്നീടിനാൻ. എന്നതുകൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു. തന്നുടെ ദേഹവും നൽകിനാൻ അമ്പോടു വഹ്നിയിൽ വീണു കിരാത ശനാർത്ഥനമായി. അത്ര പോലും വേണം ആശ്രിത രക്ഷണം.
മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായകേതും ഇതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നു അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരതള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭപ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാപരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപികുലസേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ വിനാശന ശ്രീരാമപാദാംബുജം നമസ്തുതേ. ചണ്ഡാശുഗോത്രോത്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിതഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ. വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമാജംഗഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിൻമഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ മരണങ്ങൾ ഉണ്ടായി വരുന്നിതും. അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. ആത്മാവിനെ അറിയായകയാൽ നിർണയം ആത്മനി കാണേണം ആത്മനാനാത്മന. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയും ഓർത്താലൊടുക്കമാനാത്മനാം. ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കലോ നിന്തിരുവടി നിർണയം അന്തവുമാദിയുമില്ലാതെ ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ. നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ. സർവദാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയനാദയാനിധേ. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യേൻ അവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടീന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവമരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തത്പരൻ. ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായോരു ധന്യനില്ലൊഴിയിൽ മത്സമനായോരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ തൊൽസ്വരൂപം മമ കാണായ കാരണാൽ.
കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി ഇനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും തദ്ധ്വാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയസുഖാശയ ഇല്ലതുമേ ത്വൽപാദ പങ്കജ ഭക്തിരേവാസ്തു മേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ യുദ്ധമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നിത ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മുനമാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴുക നീ എന്നാൽ നിനക്കു മോക്ഷവും വരും അത്രയുമല്ല നിന്നാൽ കൃതമായോരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരുമതിനില്ലൊരു സംശയം യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം എന്നെ കനിവോടു കണ്ടതിന്റെ ഫലം ഇന്നു തന്നെ വരുത്തേണമതിന്നു നീ ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ വാഴ്കലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കെട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകം അൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ടു ചെയ്തിടിനാനാദരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു ഭേരിനിനാദം മുഴക്കിനാരംബരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹവും സുഗ്രീവമാക്യമാകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടിനാൻ സാക്ഷാൽ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനാനന്ദ പൂർണ്ണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതു ഗൂഢതി ത്രിഗുണഭാവേന മായാബലാൽ തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടോരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ ഭാനുതനേനാം ഭാഗതേയാംബുധേ വാനരരാജ മഹാകുലസംഭവ സുതാനുജാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം നിന്നോട് വൈരമെനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ ദേവാദികളാലും അപ്രാപ്യമായോന്നു കേവലമെന്നുട ലങ്കാപുരമെടോ അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതിന്നോടിവിടെ വന്ന അന്ധകാരം നിനച്ചീടായക നീ വൃഥ ഇത്തം ശുഗോക്തികൾ കെട്ടു കപികുലമുദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനതി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാർ രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമ രാമ പരിത്രാഹി രഘുപതേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥാധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവവീരാ ഹതോഹം പ്രപാഹിമാം ഇത്തം ശുഖപരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗന്ധത ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കെട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുശുകനോടു സത്വരം
ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലേണമാശു സമുദ്രബലാന്വിതം. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. ആർക്കാത്മജോക്തികൾ കെട്ടു തെളിഞ്ഞവൾ ആർക്കാന്വയോത്ഭവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേയക്കാവിതെന്നും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാൻ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണം അതു കേട്ടോരു രാത്രിഞ്ചരനേശനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്ത ഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. തൽക്കാലം അർക്ക കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേരും ഏവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൻ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതെങ്ങനെ തന്നെയെന്നർണവതീരെ കിഴക്കു നോക്കി അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രമുപാസിച്ചിതെങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയപൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു. വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശലീമുഖ വിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാന്നിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകെട്ടന്നേരം പൃഥ്വീരഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയൊടും. സ്ത്രങ്ങളായി പരിതപ്തങ്ങളായി അത്യുഗ്ര നക്ര തിമിഷാഢ്യവാദങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യാനിജ ഹസ്തങ്ങളാൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമന് ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ലോകൈകപാലക ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം രാമ രമാപദേ. ആദിതാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി ഇഷ്ടമതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നധ്യതാ കർത്തുമാരുള്ള ദുശക്തരായി. താമസോത്ഭവ ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായ നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമാവനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായ ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളായി ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമി തേ. യുദ്ധം വണങ്ങി സ്തുതിച്ചു വരുണനോട് ഉത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം
അതീയമഹോഹമിന്നിഹ വേണമൊരു ലക്ഷ്യമതെന്തിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്യതേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂനകാരുണ്യ സിന്ധോജകൽപതേ. ഉത്തരസ്യാം ദിശിമത്തീരഭൂതലേ ചിത്രദ്രുമമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാൽ അവിടേക്കയക്കവ തവ ലോകോപകാരമാകമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടും അഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൊക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽകുലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യജനപ്രദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമെന്നിയേ മജ്ജലേ സത്വരം. സേതു ബന്ധിക്ക നളനാം കപിവരൻ ഏതുമൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാതൽപരനെത്രയും. വിശ്വദുരിതാപഹാരണിയായി തപ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും. വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും. പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ അജ്ഞ ചെയ്തിതു സേതു സംബന്ധേന. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളായ ദുർവാരവീരമി എന്ന കവികളും സർവദിക്കിങ്കിലും നിന്നു സരഭസം പർവ്വതപാഷാണ പാദജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരുതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടെ നീരഞ്ചു യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ. വ്യോമകേശകം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥായ. പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും. ഭക്ത്യാ ഭജിക്കുന്നതിപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപ്പെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നിടുമില്ലോരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠിത കൈവിട്ടു വാരാണസി പുക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാതരാൽ. രാമേശ്വരൻ അഭിഷേകവും ചെയ്തത് ശ്രീമൽ സമുദ്രേ കളഞ്ഞുതൽ ഭാരവും. മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യം വരുമതിനില്ലോരു സംശയം. എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രി പാഷാണതരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നത് 20 യോജന പിറ്റെന്നാൾ. 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം. 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം. സേതുവിന്മീലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാൻ. മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും. ആരൂഹ്യ ചെന്നു സുബേലാചലമുകളേറിനാൻ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി. സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രകാര തോരണ പൂർണ്ണം മനോഹരം പ്രാസാദ സങ്കുലം. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാല പരിഖ ശതഘ്നാ സമന്വിതം. പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ. രത്നസിംഹാസനെ മന്ത്രിഭിം സംകുലേ രത്നദണ്ഡാപതശ്രീതുപരിശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണ്മ്യാരെ കൊണ്ടു വീയിച്ചു. നീലശൈലാഭം ദശകീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായോരു ശകാസുരൻ തന്നെ വിരവോടടിക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പത്നിമുഖനും അവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ.
വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിനാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ. രാത്രിഞ്ചരേന്ദ്രക്തി കെട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രപരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവാൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നോരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമരാമ പ്രഭോ പാഹി പാഹീതി ഞാൻ എന്നാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിനവനെ എന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരാനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടുകൊന്നുകില്ലല്ലായെങ്കിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുള്ളിൽ വന്നിങ്ങു പുക്കോരു രോഷവും ആശു തീർത്തിയിടുവാൻ. നക്തഞ്ചരക്കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടുകൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലദശ കണ്ഠപ്രഭോ കവിപുങ്കവലാരിതം. പർവ്വത സന്നിഭന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ 100,000 പടയോടും വിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽപ്പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടുമവനോടു നീലനാം സേനാപതി വഹ്നിനന്ദനൻ. അങ്കദനാകും ഇളയ രാജാവതിനങ്ങേതു കിഞ്ചജൽക്കൽ സമർഭവൻ. വാൽകൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ ദൃശ്യവോങ്കമൻ. ത്വൽപാർശ്വസീമനി നിൽക്കുന്നതു വാതജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജതസമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിന്ദനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതു കർത്താവാം നളനിതങ്ങേതു ബോധമേറും വിശ്വകർമാവു തൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി. സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും വിഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസ്സേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെന്നതെല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി. ത്വങ്മാംസമേധാസ്ഥിമൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കോർക്ക നീ. ഹന്ത ജഡാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥാഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോപഭക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പതിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം.
ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. മരണങ്ങളും അതുമൂലമായി സമ്മോഹിതമാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ്യ ഗൃഹാദി വസ്തുക്കളിലുള്ള ആസക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരശ്വാദി ദേഹങ്ങളിലാകിലും ഭയഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൻ. പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരനദ്വയൻ. സീതയെ രാമന് കൊണ്ട കൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലോരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിഭൂഷണം വിഭൂഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വെന്നീടുമതിനില്ല സംശയം. യുദ്ധം സുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി. ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതു കൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൊക്കിരുന്നിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.